SDP-ക്കും ജമാഅത്തെ ഇസ്ലാമിക്കും ആളെ കൂട്ടുന്ന പരിപാടിയാണ് മുസ്ലിം ലീഗ് ചെയ്യുന്നതെന്ന് CPM-ന്റെ ഇപ്പോഴുള്ള നേതാവ് സരിൻ പറഞ്ഞു. അതിനെതിരെ യൂത്ത് ലീഗ് രംഗത്ത് വന്നിട്ടുണ്ട്. യൂത്ത് ലീഗ് രംഗത്ത് വരുന്നത് എങ്ങനെയാണ്? മലപ്പുറത്തെ അപമാനിച്ചു എന്നാണ്. അപ്പോൾ മുസ്ലിം ലീഗിനെ വിമർശിച്ചാൽ അതെങ്ങനെയാണ് മലപ്പുറത്തെ അപമാനിക്കുന്നത്? അത് കുറച്ചു നാളുകളായി നാം കാണുന്നുണ്ട്. അങ്ങനെ ഒരു മാറ്റം എന്തുകൊണ്ടായിരിക്കും? അല്ല, അതിനകത്തൊരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയം നമ്മൾ സൂക്ഷ്മതലത്തിൽ പരിശോധിച്ചു. ഉപരിപ്ലവമായിട്ട് നമ്മൾ മതേതരത്വം പറയും, മതേതര ജനാധിപത്യ പുരോഗമന സമൂഹമാണെന്ന് പറയും. പക്ഷേ സൂക്ഷ്മതലത്തിൽ പരിശോധിച്ചാൽ, അല്ല ഒരു സെക്കൻഡ് ലെയറിലോട്ട് ഇറങ്ങി നിന്ന് നമ്മൾ പരിശോധിച്ചാൽ ഇവിടുത്തെ രാഷ്ട്രീയവും മതവുമായി വലിയ ബന്ധമുണ്ട്. ഞാൻ ഈ മുസ്ലിം ലീഗിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ NSS നേരെ ഒരു അഭിപ്രായം പറഞ്ഞു. അതിൻ്റെ പേരിൽ എല്ലാവരും അവിടെ പോവുകയാണ്. വലിയ ചർച്ച നടക്കുകയാണ്. അവിടെ ചർച്ച നടക്കുന്നു, അതിനകത്ത് കൺഫ്യൂഷൻ ഉണ്ടായി. NSS കരയോഗങ്ങളിൽ തല്ല് നടക്കുന്നു, അവർ പ്രതിഷേധം നടക്കുന്നു, വീണ്ടും NSS-ന് മീറ്റിംഗ് വിളിക്കേണ്ടി വരുന്നു. എന്തിൻ്റെ പേരിൽ? രാഷ്ട്രീയമാണ് പ്രധാനം. ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്തോ എന്നൊരു സംശയം എല്ലാ നായന്മാരുടെ ഇടയിലും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസും BJP നായന്മാരായ ഞങ്ങൾ എങ്ങനെ സഹിക്കും? ഇതാണ് ഇതിനകത്തുള്ള വിഷയം. വളരെ സിമ്പിളാണ്. അപ്പോൾ രാഷ്ട്രീയമുണ്ട്. SNDP എടുത്ത് നോക്കൂ, രാഷ്ട്രീയമുണ്ട്. കേരള കോൺഗ്രസ് എടുത്ത് നോക്കൂ, ക്രിസ്ത്യാനിറ്റികളാണ് അതിനകത്ത്. ക്രിസ്ത്യൻ ആളുകളാണ് കേരള കോൺഗ്രസിൻ്റെ കൂടുതൽ ആളുകൾ. അല്ലാതെ കുറച്ച് നായർ മറ്റു ചെറുതായിട്ടുള്ള മഹാഭൂരിപക്ഷം ആരാണ്? 99% ക്രിസ്ത്യാനികളാണ്. അതുപോലെയാണ് ലീഗ് എടുത്ത് നോക്കൂ. ലീഗ് പിന്നെ മുസ്ലിം ലീഗ് എന്ന പേര് കൊണ്ട് തന്നെ മുസ്ലിങ്ങൾ മാത്രമാണ്. പിന്നെ അപൂർവം 1-2 ഇപ്പം പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവരെയും മറ്റ് സമുദായത്തിൽപ്പെട്ട 1-2 പേരെ അതിനകത്ത് ഇപ്പോൾ ഉണ്ട്. നേതാക്കളായിട്ട് തന്നെ ഉണ്ട്. നാഷണൽ ലെവലിലും ഒക്കെ ഉണ്ട്, നാഷണൽ എക്സിക്യൂട്ടീവിലും ഉണ്ട്. അത് വേറെ കാര്യം. സ്ത്രീകളൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും അത് 99.9% മുസ്ലിങ്ങളാണ്. ഇത് ഉണ്ടെന്നുള്ളത് മാത്രമല്ല, കേരളത്തിലെ രാഷ്ട്രീയത്തിൽ എപ്പോഴും ഇതിങ്ങനെ കിടന്ന് കറങ്ങും. ഈ രാഷ്ട്രീയവും മതവുമായിട്ടുള്ള ഒരു ഇതാണ്. തമിഴ്നാട്ടിലോ മറ്റൊരു സ്ഥലത്തോ അങ്ങനെയല്ല. അവർക്ക് ജാതി വോട്ടുണ്ട്. പക്ഷേ ഈ മതവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് ബന്ധമില്ല. ഇവിടെ സോഷ്യലിസവും അതാ ഞാൻ പറഞ്ഞത്. മതേതരത്വം ഒരു വശത്ത് നമ്മൾ മതേതരത്വം, സോഷ്യലിസം, മതനിരപേക്ഷത, ജനാധിപത്യം, ഇതിങ്ങനെ ഒരുപാട് വാക്കുകൾ നമ്മൾ പറയും. വാക്കുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളൊരു മണ്ഡലത്തിലൊരു സ്ഥാനാർത്ഥി നിർത്തുകയാണെങ്കിലും നമ്മൾ എങ്ങനെയാണ് നിർത്തുന്നത്? അത് ഏത് പാർട്ടിയും, CPM ആയാലും ഏത് പാർട്ടി നിർത്തുന്നത് എങ്ങനെ? അവിടുത്തെ മെജോറിറ്റി കമ്മ്യൂണിറ്റി ആരാണോ ആ കമ്മ്യൂണിറ്റിയെ മാത്രമേ അവിടെ നിർത്തിയിട്ടുള്ളൂ. അല്ലെങ്കിൽ അപവാദമായിട്ട് 1-2 പേര് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വന്നിട്ടുണ്ടാവും. ബാക്കി മഹാഭൂരിപക്ഷം എങ്ങനെ നിർത്തുന്നത്? അവിടുത്തെ മേജർ കമ്മ്യൂണിറ്റി ആരാണ്? ഇപ്പോൾ വാർഡിൽ തിരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ വാർഡ് നായർ കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ നായർ കാൻഡിഡേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഈഴവ കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ ഈഴവ കാൻഡിഡേറ്റ് ആയിരിക്കും, മുസ്ലിം കോൺസെൻട്രേറ്റഡ് മുസ്ലിം കാൻഡിഡേറ്റ് ആയിരിക്കും. അങ്ങനെ നമ്മൾ നിർത്തുള്ളൂ. ഇങ്ങനെ പോകുന്നതാണ് നമ്മുടെ രാഷ്ട്രീയം, മലപ്പുറം രാഷ്ട്രീയം. അതിൽ അവിടെയാണ് ഇയാൾ കൊണ്ട് തലവെച്ചത്. ആര്? സരിൻ കൊണ്ട് തലവെച്ചത്. അപ്പോൾ അതിനെ മലപ്പുറത്തിനെതിരാണെന്നുള്ള. ഇപ്പം മലപ്പുറത്ത് പിന്നെ എന്ത് മുസ്ലിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. വെള്ളാപ്പള്ളി ഇത്തരം പരാമർശങ്ങൾ പറയാറുണ്ട്. അതും മലപ്പുറത്തിനെതിരെ പറയാറുണ്ട്. ഇപ്പം അല്ല, മുസ്ലിം ലീഗിനെ വിമർശിച്ചാൽ മലപ്പുറം അത് പറയും. അതിപ്പോൾ ഈ നല്ല BS തന്നെ ഈ SLC റിസൾട്ടൊക്കെ വന്നപ്പോൾ ഒരിക്കൽ വന്നപ്പോൾ എന്തോ ഒരു കമൻറ്റ് പറഞ്ഞായിരുന്നു, VS പറഞ്ഞായിരുന്നു. അങ്ങനെ ആര് കമൻറ്റ് പറഞ്ഞാൽ അത് എന്തായിട്ട് വരുന്നുണ്ട്? മലപ്പുറത്തിനെതിരാണെന്നൊരു തോന്നൽ വരുത്തുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു ആദ്യം മലപ്പുറത്തിനെതിരെ, പിന്നീട് അത് മതത്തിനെതിരാവും, പിന്നെ അതിനകത്തുള്ള ആളുകളെതിരാവും. ഇതിങ്ങനെ വരും. പിന്നെ വിവാദ പ്രസ്താവനകളിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ്. നമുക്കൊരു യാഥാർത്ഥ്യം അറിയാം. SDP-ഐ, ജമാഅത്ത് ഇസ്ലാമി, സമസ്ത, ലീഗ്, പിന്നെ അഖിലേന്ത്യാ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ലീഗിൽ 3-4 കഷ്ണങ്ങളുണ്ട്, 2-3 കഷ്ണങ്ങളുണ്ട്. UDF-ൽ നിൽക്കുന്ന ഒരു പ്രധാന ഭാഗവും പിന്നെ ഒരു 10% വീതമുള്ള 3-4 കക്ഷി. ഇവരെല്ലായിടത്തും ഉണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പുള്ളവർ മാറിയും തിരിഞ്ഞ് ഒന്നുകിൽ UDF-ന് സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ LDF-ന് സപ്പോർട്ട് ചെയ്യും. ഇനി BJP-യെ സപ്പോർട്ട് ചെയ്യണം എന്താണെന്ന് നമുക്കറിയില്ല. കാര്യം RSS-ഉമായിട്ടൊക്കെ ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഈ ഇലക്ഷൻ ചർച്ചയല്ല, അല്ലാത്ത ചർച്ച. ചിലപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യും. തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഇല്ല. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. എല്ലാവരും പങ്കുവെപ്പ് പണിയാണല്ലോ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്നുള്ളത്. എല്ലാ പാർട്ടികളും അങ്ങനെ തന്നെയാണ്. ഷെയറിങ് എന്ന് പറഞ്ഞാൽ അത് മോശമായിട്ടല്ല ഞാൻ പറഞ്ഞത്, പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ആ നിലയിൽ നോക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇവർ ഈ രാഷ്ട്രീയം കൊണ്ടുപോവുകയാണ്. പക്ഷേ മതവും ജാതിയും ഇതെല്ലാം കൂടിക്കുഴയുന്ന ഒരു വല്ലാത്ത രാഷ്ട്രീയമാണ് കേരളത്തിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും മലപ്പുറം ജില്ലയെ, ഇത് മലപ്പുറത്തെക്കുറിച്ച് പറയുമ്പോൾ വേറൊരു ജില്ലയിൽ അങ്ങനെ വരുന്നുമില്ല. ഇപ്പം ക്രിസ്ത്യാനികളെക്കുറിച്ച് പറയാൻ കോട്ടയം ജില്ലയിൽ നിന്ന് ആരും പറയുന്നില്ല. കോട്ടയം ജില്ലയിൽ ക്രിസ്ത്യാനികൾ ഡോമിനേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഇടുക്കി ജില്ല ഡോമിനേറ്റഡ് ആണ്. പക്ഷേ ക്രിസ്ത്യാനികളെ ആരെങ്കിലും വല്ലതും പറഞ്ഞാൽ അത് കോട്ടയം ജില്ലയെ പറയുന്നതാണെന്ന് പറയുന്നില്ല. അല്ലെങ്കിൽ നായന്മാരെ പറഞ്ഞാൽ അത് പത്തനംതിട്ട ജില്ലയെ അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയെ പറയുന്നത്, അങ്ങനെ ആരും പറയുന്നില്ല. പക്ഷേ മുസ്ലിംസിന് എന്തെങ്കിലും പറയുമ്പോൾ അത് മലപ്പുറം ജില്ലയെ അധിക്ഷേപിക്കുന്നതാണെന്നുള്ള ഒരു നരേഷനും കൂടി വരുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഒരു വികാരം മറ്റുള്ളവർക്കുണ്ടാകും. പക്ഷേ ഈ സരിൻ ചെയ്ത പ്രവൃത്തിയെ നമ്മൾ ന്യായീകരിക്കേണ്ട. കാര്യം സരിൻ ഇത് പറയാൻ യോഗ്യതയില്ല. സരിനും സരിൻ്റെ പാർട്ടി എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്? തരാതരം പോലെ
കേരളത്തിൽ മതസംഘടനകളെ വെൽഫെയർ പാർട്ടി ജമാഅത്ത് ഇസ്ലാമിയുടെ പാർട്ടിയാണ്, നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനലാണ് ആര്, എൻ്റെ മീഡിയ വൺ, നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ പാർട്ടികളും വളരെ നന്നായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം നരേന്ദ്രമോദിക്കെതിരെ BJPക്കെതിരെ ഒരു ആക്ഷേപം വരുന്നു, അല്ലെങ്കിൽ സമരം വരുന്നു, CPM എല്ലാവരും നന്നായിട്ട് മീഡിയ വൺ പ്രൊമോട്ട് ചെയ്യും. തിരിച്ച് അത് കഴിഞ്ഞ് അവർ കഴിഞ്ഞിട്ട് വേറൊരു വിഷയം വരുമ്പോൾ മീഡിയ വൺ എന്താവും, ലീഗിൻ്റെ അല്ലെങ്കിൽ ജമാഅത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് CPM പറയും, അത് വേറെ കാര്യം. പക്ഷെ അപ്പം തരാതരം പോലെ കേരളത്തിൽ മതവും രാഷ്ട്രീയവും മീഡിയ പ്രവർത്തനം എല്ലാം എന്ത് ചെയ്തിരിക്കുന്നു, കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്ന ഒരു കാര്യസാധ്യ മുന്നണിയാണ് നമ്മൾ പലപ്പോഴും. ഏത് പാർട്ടിയാണ് നിങ്ങളെന്ന് ചോദിച്ചാൽ ഞാൻ ടീ പാർട്ടി എന്ന് പറയുന്നത്. ആരാണ് ചായ വാങ്ങിച്ചിരുന്നത് അവരുടെ കൂടെ എന്ന് പറയുന്ന ആളുകളുണ്ട്. നിങ്ങളേത് പാർട്ടി? ഞാൻ കമ്മ്യൂണിസ്റ്റാണ്. അല്ലല്ല, ഞാൻ ടീ പാർട്ടി. ആരാണോ അവരുടെ കൂടെ പോകും. അങ്ങനെയുള്ളൊരു ഒരു പരിപാടി ഉണ്ട് ഇവിടെ. അപ്പോൾ അത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കേരളം ചർച്ച ചെയ്യുന്നുണ്ട്. മതത്തിൻ്റെ വഴിക്ക് പോട്ടെ, രാഷ്ട്രീയക്കാർ അവിടെ ഒരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ഇപ്പൊ സരിനൊന്നും ഇതിനകത്തൊരു അഭിപ്രായം പറയണ്ട. മറ്റൊരു കാര്യമുണ്ടല്ലോ, ഇത് മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ വർദ്ധിച്ചു വരുന്നുണ്ട് ഈ മതരാഷ്ട്രീയം. കാരണം എന്ന് പറഞ്ഞാൽ BJPയുടെ ഒരു അധികാരം വരവോടുകൂടി സ്വാഭാവികമായിട്ട് ഇപ്പുറത്ത് എന്ത് സംഭവിച്ചു, നിങ്ങൾ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കും. 1970-കളിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ വീട്ടിൽ ചെന്നാൽ, ഞാൻ സാന്ദർഭികമായിട്ട് പറയുന്നതാണ്, അവരെ കുറ്റം പറയുന്നതല്ല, ഞാനൊരു റിസർച്ച് പോലെ പറയുന്നു. കാറൽ മാർക്സ്, ലെനിൻ, ഏംഗൽസ്, AKG, EMS ഇവരുടെയൊക്കെ ഫോട്ടോസ് കാണാൻ പറ്റുമായിരുന്നു. എൻ്റെ ഗ്രാമത്തിലൊക്കെ ഒരുപാട് വീടുകളിൽ മാർക്സിൻ്റെ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് അറിഞ്ഞപോലും കൂടെ ഇതാണ് കാറൽ മാർക്സ്. പക്ഷേ അവർ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏതോ വലിയ ദൈവമാണെന്നുള്ളതിൽ അത് കഴിഞ്ഞ് അതൊക്കെ അവർ കളഞ്ഞു. പിന്നെ അവരെന്ത് ചെയ്യാൻ തുടങ്ങി, ഗുരുദേവൻ, ചട്ടമ്പി സ്വാമികൾ, പീഴവരാണെങ്കിൽ ഗുരുദേവനെ നിശ്ചയം വച്ചേക്കും. അപ്പം ഇനി പിന്നെ അത് കഴിഞ്ഞപ്പോൾ എന്താ, ഈ കമ്മ്യൂണിസ്റ്റുകാരായ ഈഴവരുടെ വീട്ടിൽ എന്ത് വരാൻ തുടങ്ങി, ഗുരുദേവൻ വരാൻ തുടങ്ങി. അല്ല, പണ്ട് എതിർപ്പായിരുന്നു. പണ്ട് എതിർപ്പായിരുന്നല്ലോ, വരത്തില്ല, വരാൻ തുടങ്ങി. അപ്പോൾ ഇപ്പോൾ ഈ നവോത്ഥാന നായകരെയും സാംസ്കാരിക പ്രവർത്തകരെയും ആചാര്യന്മാരെയും എല്ലാവരെയും ഇപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി, പങ്കുവെച്ചെടുക്കാൻ തുടങ്ങി. അതൊരു വല്ലാത്ത ഒരു വിഷയമാണ്. നായർ കമ്മ്യൂണിറ്റിപ്പെട്ടുള്ള ആളുകളും ഗുരുദേവനോടൊപ്പം ഉണ്ടായിരുന്നു, ശക്തമായിട്ട് അന്നുണ്ടായിരുന്നു. ഇന്നതൊന്നും പ്രായമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അന്ന് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവരും ഉണ്ടായിരുന്നു ഗുരുദേവന്റെ ശിഷ്യന്മാരായിട്ട്, ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. അല്ല, കേരളത്തിൽ ഈ ജാതിക്ക് മുകളിൽ ഒരു ഹിന്ദുത്വം വളരുന്നത് കൊണ്ടല്ലേ BJPയുടെ വളർച്ച സാധ്യമാകുന്നത്? ആണല്ലോ BJPക്ക് ഒരു ഹിന്ദുത്വം ഒരു ലൈനിൽ, അതാണല്ലോ നമ്മൾ ജാതിക്ക് മുകളിലാണ് ഇപ്പോൾ. ജാതിക്ക് മുകളിലായിട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടിട്ടുണ്ടല്ലോ, ആലപ്പുഴ ആയാലും ആറ്റിങ്ങലായാലും തിരുവനന്തപുരം ആയാലും തൃശ്ശൂർ ഉൾപ്പെടെ. സാറ് പറയും പോലെ ജാതിക്ക് മുകളിലേക്ക് പോവുകയാണോ മതം? ഒരു കൺസോൾട്ടേഷൻ വരും, സ്വാഭാവികമായിട്ട് വരുമല്ലോ. ആ കൺസോൾട്ടേഷനെ ഭയന്നിട്ടല്ലേ ഇപ്പം ഇവരേത് ഇറങ്ങിയത്, ശബരിമല വിശ്വാസവും സംഗമം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയ കാര്യം എന്താ? ഇത് ഇറങ്ങുന്നത് ഇതിനകത്തൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനാണല്ലോ, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യത്തില്ലല്ലോ. മനസ്സിലായില്ല? അപ്പോൾ പർപ്പസായിട്ട് കൊടുക്കുന്ന ഒരു മെസ്സേജാണ്. നമ്മളിവിടെ മതവും ജാതിയും എല്ലാം ചേർന്നാണ് മനുഷ്യൻ പോകുന്നത്. എത്ര മതമില്ല എന്ന് പറയുന്നതിൻ്റെ ഉള്ളിലും എന്ത് കിടപ്പുണ്ട്? ഒരു വിഷയം വരുമ്പോൾ ആ ഉള്ളിലുള്ള മതം പതുക്കെ പുറത്തു വരും, അല്ലെങ്കിൽ ജാതി പുറത്തു വരും. അതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മലപ്പുറത്തും ഇത് തന്നെ സംഭവിച്ചത്. എല്ലാ പാർട്ടിയും നമ്മൾ SDPI, ജമാഅത്ത് ഇസ്ലാമി എല്ലാവരും ഇത് തന്നെയാണ്. ഈ എന്ന് തിരിച്ചറിയും മുസ്ലിം ലീഗ് ആ രാഷ്ട്രീയം? കാരണം തങ്ങളെ വിമർശിക്കുമ്പോൾ മലപ്പുറത്തെ വിമർശിച്ചു, മതത്തെ വിമർശിച്ചു ഒരു അജണ്ട ഇവരെന്തിനാണ്? അല്ല, ഞങ്ങളുടെ ലീഗ് മാത്രമല്ല, ഇതിപ്പോൾ ലീഗിനെ മാത്രമായിട്ട് നമ്മൾ കുറ്റം പറയണ്ട. എല്ലാവർക്കും ഈ പണിയുണ്ട്, സകലവർക്കും ഈ പണിയുണ്ട്. സകലവർക്കും പണിയെന്ന് പറഞ്ഞാൽ ഞാനതിൽ പറഞ്ഞ മതവും രാഷ്ട്രീയവും രണ്ടായിട്ട് കാണാൻ എല്ലാവരും എന്ത് ചെയ്യണം, തയ്യാറാവണം. മതം ഒരു സ്വകാര്യ വിഷയമാണ് ഒരു മനുഷ്യൻ്റെ. മത നേതാവിനെ ആരെങ്കിലും പോയി കണ്ടാൽ അടുത്ത ആൾ പോയി കണ്ടോളൂ. പക്ഷെ അതിനെ എന്താക്കരുത്, അതിനെ വിവാദമാക്കരുത്. ഒരാൾ പോയി കണ്ടു NSS നേതാവിനെ, അടുത്ത ആളിനെ പോയി കണ്ടു. പിന്നെ ഇത്തരം കാര്യങ്ങളിൽ മത നേതാക്കൾ എന്ത് ചെയ്യരുത്, അഭിപ്രായം പറയാനും പോകരുത്. ഇത് മത നേതാക്കൾ നിൽക്കുന്ന എങ്ങനെയാണ്, പോരടിച്ച് തല്ലുകൂടി രാഷ്ട്രീയത്തിൽ നിന്ന് പരമാവധി വാങ്ങിക്കൊണ്ട് പോകാന്നുള്ള ലൈനിലാണ് മത നേതാക്കൾ. ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെയൊക്കെ പല പ്രസ്താവനകൾ അങ്ങനെയാണല്ലോ വരുന്നത്. ഗവൺമെൻറ് തരുന്നില്ല, CPM തരുന്നില്ല, അല്ലെങ്കിൽ കോൺഗ്രസ് ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ മതത്തിൻ്റെ സംഘടന വേറൊരു വഴിക്ക് പോകണം, രാഷ്ട്രീയ സംഘടന വേറൊരു വഴിക്ക് പോകണം. ഇതങ്ങനെ പലപ്പോഴും കേരളത്തിൽ സംഭവിക്കുന്നില്ല. അതാണ് വന്ന് അവസാനം ജില്ല പ്രാദേശികവാദം പല രൂപത്തിലേക്ക് ഇത് മാറിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഇത്തരം പരാമർശങ്ങൾ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും ബാധിക്കുക? ആർക്കായിരിക്കും ഗുണം ചെയ്യുക? CPM-നാണോ? അല്ല, ഇതിനകത്തുള്ളൊരു പ്രശ്നം ഇങ്ങനത്തെ ഈ പറയുമ്പോൾ മതത്തെയും ജാതിയെയും കുറിച്ച് പറയുന്നവർ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കാര്യം, ഇതിൻ്റെ അലകൾ എത്ര കാലം സമൂഹത്തിൽ നിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. രാഷ്ട്രീയ സംഘർഷമൊക്കെ അങ്ങ് പോവും. പക്ഷെ മതപരമായിട്ടുള്ള ഇത്തരം ഇടപാടുകളും ചിന്തകളും മനുഷ്യ മനസ്സുകളിൽ വലുതായിട്ട് സ്വാധീനിക്കും.
ഈ ഇലക്ഷനിൽ സ്വാധീനിക്കാം. ഇതാർക്ക് ഗുണമാകും? അതിപ്പോൾ പറയാൻ പറ്റത്തില്ല, അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ അല്ല, ഗുണമാക്കാനാണ് CPM-ന്റെ ശ്രമം നടത്തുന്നത്. അതാ ഞാൻ പറഞ്ഞില്ലേ, അതാ ഞാൻ പറഞ്ഞു, മതത്തിനകത്ത് ഒരു കുഴപ്പവും കുത്തിത്തിരിപ്പും ഉണ്ടാക്കി വോട്ട് പിടിക്കാൻ പറ്റുമോ എന്നുള്ള രാഷ്ട്രീയം നോക്കുന്നുണ്ട്. അതൊരു രാഷ്ട്രീയമാണല്ലോ, അതിനകത്തൊരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി വോട്ട് പിടിക്കുക എന്നുള്ളത്. ഇപ്പുറത്ത് അതിനെ സംഘടിതമായി നിർത്തിക്കൊണ്ട് വോട്ട് പിടിക്കാൻ പറ്റുമോ എന്ന് നോക്കും. 2 വോട്ട് ബാങ്ക് ഉണ്ട്. ഒന്ന് നിൽക്കുന്ന ആളുകളെ സംഘടിപ്പിച്ച് നിർത്തി വോട്ട് പിടിക്കുക. അപ്പോൾ എതിരാളി നോക്കുന്ന എന്താണ്, ഒന്നിച്ചങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും, അതിനകത്ത് ഭിന്നിപ്പുണ്ടാക്കി, തരികിട ഉണ്ടാക്കി, ബഹളം ഉണ്ടാക്കി വോട്ട് പിടിക്കാൻ പറ്റുമോ? ഇതെല്ലാം വോട്ട് അല്ലാതെ ലീഗിനെ നന്നാക്കാനോ മതത്തെ നന്നാക്കാനോ മലപ്പുറത്തെ നന്നാക്കാനോ ഒന്നും അല്ലല്ലോ സരിനത് പറയുന്നത്. സരിൻ്റെ വോട്ടാണ് സരിൻ്റെ പ്രശ്നം. സരിൻ്റെ വോട്ട് മീൻസ് പാർട്ടി വോട്ടാണ് സരിൻ്റെ പ്രശ്നം. ഇപ്പുറത്തെ വോട്ടാണ് പ്രശ്നം. അപ്പോൾ എല്ലാവർക്കും ഒരു വോട്ട് രാഷ്ട്രീയവും വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഇതുമായി വലിയ ബന്ധമാണുള്ളത്. BJP അതോടൊപ്പം തന്നെ CPM-ഉം ഈ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ, UDF അധികാരത്തിൽ വന്നാൽ മുസ്ലിം ലീഗ് ഭരണം നടത്തുമെന്നൊരു ഭീതി ജനങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അതും ഉണ്ട്. മാത്രമല്ല ഈ എപ്പോഴും ഇനിയും ഒരു പ്രാവശ്യം കൂടി അത് നമ്മൾ അങ്ങനെ പറയാവുന്ന ഞാൻ ഞങ്ങൾ പറയുകയാണ്, ഒരു പ്രാവശ്യം കൂടി LDF വരുന്നതാണ് ആർക്ക് നല്ലത്? BJPക്ക് നല്ലത്. ആ രാഷ്ട്രീയം BJP കാണുന്നുണ്ട്. മനസ്സിലായ, BJP പ്രതിപക്ഷമായി വളരണമെങ്കിൽ ആര് വേണം? CPM ഭരണപക്ഷത്തുണ്ടെങ്കിലേ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ CPM ഭരണം ഇല്ലെന്ന് വിചാരിക്കുക, CPM ശക്തമായ പ്രതിപക്ഷമായിട്ട് നിൽക്കില്ല, ഇവിടെ സമരം നടത്തി വിഷയങ്ങൾ നടക്കുകയില്ലേ. അപ്പോൾ BJPക്ക് അഡ്രസ്സ് പറ്റത്തില്ല, സർക്കാരിനെതിരെ സമരമൊന്നും ഏക്കത്തില്ല. CPM നല്ല സമരം നടത്തത്തില്ലേ, CPI ഒക്കെ അവരുടെ വർഗ ബഹുജന സംഘടനകളുണ്ടല്ലോ, അവർ ഗവൺമെൻറ്റിനെതിരെ നല്ല സമരം നടത്തും. അപ്പോൾ അതുകൊണ്ട് ഇടതുപക്ഷം തന്നെ ഭരണത്തിലിരിക്കുന്നതാണ് ആർക്ക് നല്ലത്? BJPക്ക് നല്ലത്. ഇത് വേറെ രാഷ്ട്രീയമാണ്, മനസ്സിലായി. അപ്പോൾ അത് പിന്നെ കോൺഗ്രസ് വിമുക്ത ഭാരതം എന്നൊക്കെയല്ലേ പറയുന്നത്. പക്ഷേ ഇതൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ജനങ്ങൾ അവരുടെ കയ്യിലിരിക്കുന്ന ഒരു വസ്തു, ഇപ്പം നിലമ്പൂരൊക്കെ കണ്ടില്ലേ നമ്മൾ, ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കൊന്നും പരമാധികാരി ആരെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ അങ്ങനൊരു എന്താണ് മൊത്തം വാരുന്ന ഒരു പരിപാടിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം എന്തെല്ലാം ഭരണത്തിൽ 2 പ്രാവശ്യം ഇരുന്നപ്പോഴും കോൺഗ്രസ് അല്ലേ 19 സീറ്റ് പിടിച്ചത്? പിടിച്ചില്ലേ? 19 സീറ്റ് പിടിച്ചില്ലേ? BJP എന്തെല്ലാം ബഹളം ഉണ്ടാക്കിയിട്ട് ഒരു സീറ്റ് അവർക്ക് കിട്ടിയില്ലല്ലോ. അപ്പോൾ അതൊരു കേരള രാഷ്ട്രീയം വേറൊരു സംവിധാനമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.